ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്നൊരു പുതിയ ന്യൂസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഹൈസ്കൂൾ ടീച്ചർ അസിസ്റ്റൻ്റ് വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു. HSA നാച്ചുറൽ സയൻസും HSA മാത്തമാറ്റിക്സും നമുക്കിപ്പോൾ സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ്റെ പേജ് നിങ്ങൾ എടുത്ത് നോക്കുക. അവിടെ നമുക്ക് HSAയുടെ നാച്ചുറൽ സയൻസും മാത്തമാറ്റിക്സും ഓൾറെഡി വന്നു കഴിഞ്ഞു. ബാക്കിയുള്ള സബ്ജക്റ്റും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഹൈസ്കൂൾ ടീച്ചർ ആവാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. ഈ അവസരം ഒരിക്കലും പാഴാക്കരുത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് വരും എന്ന് ഒരു തീരുമാനം ഉണ്ടായ അപ്പോൾ തൊട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ തിരക്ക് പിടിച്ച് ഓൺലൈൻ കോച്ചിങ്ങുകളും പെയ്ഡ് ക്ലാസ്സുകളും ഒക്കെ ആപ്പുകളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ ഹൈസ്കൂൾ ടീച്ചർ ആവാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ ഏതെങ്കിലും ചാടിക്കേറി ഏതെങ്കിലും കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് പൈസ കളയുന്നതിന് മുൻപ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കേൾക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിരുന്നു. അതിൽ പറയുന്നുണ്ട് നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ്സുകളൊന്നും കാണാൻ നിൽക്കരുത്, അതിനുള്ള സമയമൊന്നുമില്ല, നിങ്ങൾ പെയ്ഡ് ക്ലാസ്സുകളിൽ തന്നെ പഠിക്കണം, അതിനുള്ള ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിനുള്ള ഫീ നിങ്ങൾ അടച്ച് തന്നെ പഠിക്കണം, എന്നാൽ മാത്രമാണ് HSA നേടാൻ കഴിയുള്ളൂ എന്നുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം നിങ്ങളോട് പറയാണ്, നിങ്ങളെല്ലാം ടീച്ചേഴ്സാണ്, നിങ്ങൾക്കെല്ലാം പഠിപ്പിക്കാൻ നന്നായിട്ട് അറിയാം അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏത് പെയ്ഡ് കോച്ചിങ് സെൻറ്റേഴ്സ് ആയാലും നിങ്ങളുടെ നിന്ന് പൈസ മേടിച്ചിട്ട് അവർ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ബുക്സിനെയോ അതുപോലെയുള്ള റെഫറൻസ് ഗ്രന്ഥങ്ങളെയോ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതായത് നമ്മുടെ സിലബസ്, വ്യക്തമായിട്ടൊരു സിലബസ് PSCക്ക് ഉണ്ട്, അത് വെച്ച് ആ ടോപ്പിക്സ് കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിക്കും നിങ്ങൾക്ക് തരികയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും. അതിനുള്ള കഴിവുള്ളവരാണ് നിങ്ങൾ, ബിക്കോസ് നിങ്ങൾ ടീച്ചേഴ്സാണ് അല്ലേ? ബാക്കിയുള്ള PSC എക്സാംസ് പോലെയല്ല, എക്സാംസ് എഴുതുന്നവരെ പോലെയല്ല, നിങ്ങൾ ടീച്ചേഴ്സാണ്, നിങ്ങൾക്കത് സാധിക്കും. അപ്പോൾ വ്യക്തമായ ഒരു ടൈം ടേബിൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കുകയും PSCയുടെ സിലബസ്, പുതിയ സിലബസ് PSC പുറത്ത് വിട്ടിട്ടില്ല എങ്കിലും പഴയ സിലബസിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുകയും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് അതിന് ഓരോ ടോപ്പിക്സിനും, സിലബസിൽ ഓരോ ടോപ്പിക്സിനും സമയം കൊടുക്കുകയും അതിൻ്റെ നോട്ട്സുകൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു റെഡിമെയ്ഡ് നോട്ട് ലഭിച്ച് നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായിരിക്കും അങ്ങനെയുള്ള നിങ്ങൾ സ്വയം പഠിക്കുന്ന കാര്യങ്ങൾ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, യൂട്യൂബ് ക്ലാസ്സസ് കാണണ്ട എന്ന് പറയുന്ന അതിൽ ഒരു ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങളൊരു ബുക്ക് പഠിച്ചാൽ ആ ബുക്കിലെ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക അല്ലേ? അതേസമയം നിങ്ങൾ അതിന് ശേഷം ആ ടോപ്പിക്ക്, ആ സിലബസിലെ ആ ടോപ്പിക്ക് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിയേത് തെറ്റിയത് മനസ്സിലാക്കാനുള്ള ബോധത്തിനേക്കാൾ കൂടുതൽ ബോധമുള്ള ആളുകളാണ് നിങ്ങൾ. കാരണം നിങ്ങൾ ഹൈസ്കൂൾ ടീച്ചർ ആവാനുള്ള സകല യോഗ്യതകളും നേടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു സ്വയം ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതനുസരിച്ചിട്ട് സിലബസിലെ ഓരോ ടോപ്പിക്കും നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും റാങ്ക് ഫയൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ HSAക്ക് വരുന്നത് +2 ഡിഗ്രിയും ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം +2ൻ്റെ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് പഠിച്ച് തുടങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും നല്ല എളുപ്പമുള്ള കാര്യം എന്ന് പറയുന്നത്, സിലബസ് എടുക്കുക. ഈ സിലബസ് അനുസരിച്ച് നിങ്ങളൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ടോപ്പിക്സ് തീർക്കും എന്ന രീതിയിൽ. ഇനി ആ ടോപ്പിക്സ് നിങ്ങൾ റാങ്ക് ഫയൽ മേടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ആ റാങ്ക് ഫയലിലുണ്ടാവും. അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ തന്നെയും അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ അതിൽ നിന്നും പഠിക്കുക. കൂടാതെ അത് യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ക്ലാസ്സസ് ഉണ്ടാകും. ആ ക്ലാസ്സസും നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ബുക്കിൽ വിട്ടുപോയിട്ടുള്ള പോയിൻറ്റ്സ് അതിലുള്ള പല വീഡിയോസിലും കാണാം. അപ്പോൾ ഒരു വീഡിയോ മാത്രം കണ്ട് പഠിക്കാനായിട്ട് നിൽക്കരുത്. ഒരു ചാനൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിടുകയും ചെയ്യരുത്. അപ്പോൾ HSAക്ക് നിങ്ങൾ പഠിക്കാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് HSAയുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ ഇടുന്ന ചാനൽസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതിലുള്ള ക്ലാസ്സുകൾ കേൾക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ടോപ്പിക്ക് തന്നെ പല യൂട്യൂബ് ചാനലിലെ ക്ലാസ്സസ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് ഉറച്ചു പോവുകയും നമുക്ക് പല പല ആശയങ്ങളും പുതിയ പുതിയ പോയിൻറ്റ്സ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു പെയ്ഡ് ക്ലാസ്സിൽ നിങ്ങൾ പോയി കാശ് കൊടുത്ത് പൈസ കളയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിൽ വരുന്ന ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ
പലപ്പോഴും ഇന്ന് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് നമ്മൾ ശിക്ഷിക്കാനോ നമ്മളെ പറയാനോ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ സ്വയം ഉഴപ്പും അല്ലേ. അവിടെയാണ് ഈ പറയുന്ന കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെയും കോച്ചിങ് ക്ലാസ്സുകളുടെയൊക്കെ പ്രസക്തി ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മളുടെ മടിയൊക്കെ മാറ്റി നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മടിയൊക്കെ നമ്മൾ മാറ്റി നമ്മൾ കൂടുതൽ ഉത്സാഹത്തോടെ പഠിക്കേണ്ടതാണ്. അങ്ങനെ പഠിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പെയ്ഡ് ക്ലാസ്സസിൽ നിങ്ങളുടെ കാശ് കളയേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് സ്വയം ഞാനങ്ങനെ പഠിച്ചാൽ അത് നന്നാവില്ല, ഞാൻ ഉഴപ്പും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു പെയ്ഡ്, അതായത് പൈസ കൊടുത്ത് പഠിക്കുന്ന ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. എങ്കിൽ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതിലുള്ള അവർ കൊടുക്കുന്ന പരസ്യമനുസരിച്ച് ചാടിക്കേറി ഒരു ക്ലാസ്സിലും ജോയിൻ ചെയ്യരുത്. പരിചയമുള്ള ആളുകളുടെ അടുക്ക് അന്വേഷിക്കുകയും ഈ ഒരു രംഗത്ത് വിജയം വരിക്കുകയും കൂടുതൽ പ്രശസ്തമാവുകയൊക്കെ ചെയ്യുന്ന ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകളും ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ മാക്സിമം ജോയിൻ ചെയ്യാനും അങ്ങനത്തെ നല്ല ക്ലാസ്സുകൾ തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കണം. ചാടിക്കേറി ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പകുതി കഴിയുമ്പോൾ അതിട്ട് പോയി വേറെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് അങ്ങനെ ഒരു സംഭവം പാടില്ല. അപ്പോൾ നിങ്ങൾ വളരെ നല്ല ക്ലാസ്സുകൾ മാത്രം ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നീട് കാണുന്നത് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയുള്ള പഠനങ്ങളുണ്ട്. ഫീസ് മേടിച്ചിട്ട് തന്നെ ഉള്ള പഠനങ്ങളുണ്ട്. ചിലതൊക്കെ വളരെ നല്ല രീതിയിൽ പോകുന്ന ക്ലാസ്സുകളുണ്ട്. അല്ലാത്ത ചിലതും ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. പ്രത്യേകിച്ച് ഗേൾസൊക്കെ ആണെങ്കിൽ, നല്ല ക്ലാസ്സുകൾ തന്നെയാണെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ ഉപയോഗിച്ച് അത്തരം ക്ലാസ്സുകളിൽ കയറാതിരിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് പല നെഗറ്റീവ് സിറ്റുവേഷൻസും ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത് പൈസ കളയുന്നതിന് മുൻപ് അത് നല്ല ക്ലാസ്സുകളാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. HSAയുടെ വിശദമായ ഒരു സിലബസും അത് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയായി മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ട് എങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ HSA, അതായത് ഹൈസ്കൂൾ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കണം. അപ്പോൾ ചാടിക്കേറി നിങ്ങൾ എവിടെയും ചെന്ന് പെട്ട് കാശ് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ സ്വയം പഠിക്കണം എന്ന് തന്നെയാണ്. ഇനി അത് പറ്റാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് പഠിക്കുക, നല്ലത് തന്നെയാണ്. അപ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വിശദമായ HSAയുടെ സിലബസും അതെങ്ങനെ പഠിക്കണം അതിൻ്റെ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നമ്മൾ UPSCക്ക് ക്ലാസ്സുകൾ ഇട്ടതാണ്, അതെല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു. അതുപോലെ തന്നെ HSAയുടെ എക്സാം വരെ ഞാനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. ഓക്കെ, താങ്ക് യു.